നമ്മുടെ പുതിയ വീട്ടിലോട് സാധനം. അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് ബെഡ് റോക്കാണ്. പിന്നെ നിങ്ങൾക്കറിയാം നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അതൊരു പ്രശ്നമല്ല ഒരു ചെറിയൊരു സീൻ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചിട്ട് തന്നെ മനസ്സിൽ കയറി വന്ന ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. അപ്പോൾ ഞാൻ വെച്ചാൽ നമുക്കതങ്ങ് കളിച്ചേക്കാൻ ഒരു പ്ലാനിങ്ങും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് പൊട്ടത്തരം വേണമെങ്കിലും ചെയ്യും. ചിലപ്പോൾ ഇതിൻ്റെ ലെങ്ത് കൂടും, ചിലപ്പോൾ എന്ത് വേണമെങ്കിലും നടക്കുന്നു, ഒന്നും പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് മൈൻക്രാഫ്റ്റ് പ്ലേ നോക്കാം. മൈൻക്രാഫ്റ്റ് ഓക്കെ, കൊള്ളാം. എൻ്റെ കരച്ചിൽ ഗൈസ്. ഓക്കെ, നോർമലി വെച്ചിട്ടെ വെറുതെ നമ്മൾ മൂഞ്ചാൻ നിൽക്കണ്ട. പിന്നെ എൻ്റെ സൗണ്ടിൻ്റെ കാര്യം എനിക്കറിയില്ല. എൻ്റെ സൗണ്ടിന് ചെറിയൊരു ഉണ്ടെങ്കിലും ഞാൻ നന്നായിട്ട് സംസാരിക്കും. ഓക്കെ, ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സംസാരിക്കും. പിന്നെ മൈൻക്രാഫ്റ്റിൻ്റെ വെച്ചാൽ കുറച്ച് കൂടുതലായതുകൊണ്ട് മൈൻക്രാഫ്റ്റിൻ്റെ വെച്ചാൽ പിന്നെ ചെറിയൊരു ക്രിക്കറെന്ന് പറഞ്ഞൊരു ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളതൊന്നും മൈൻഡാക്കാതെ നമ്മുടെ വീഡിയോ മാത്രം കാണാൻ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ വീഡിയോ ഇടാൻ വൈകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നവോദയയിൽ അഡ്മിഷൻ കിട്ടി ഗൈസ്. അപ്പോൾ നവോദയ പോയി നിങ്ങൾക്ക് അറിയാത്തൊരു പറഞ്ഞാൽ എൻട്രൻസ് എക്സാം എഴുതി കിട്ടുന്നതാണ്, നല്ല പാടാണ്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണക്കൂട്ടിയൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നതായതുകൊണ്ട് ഇങ്ങനത്തെ ലീവിന് ക്രിസ്മസ്, ഓണം അങ്ങനത്തെ ലീവിന് മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ക്രിസ്മസിന് 20 ദിവസം കിട്ടുന്നൊക്കെയാണ് ഞാൻ കേട്ടത്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ലീവ് മാത്രമേ ഇനി മുതൽ വീട്ടിൽ വരാൻ പറ്റുള്ളൂ. നമുക്ക് പിന്നെ ശരിയാക്കാം. നിങ്ങൾ ഒരു 2-3-4 വർഷം ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. ഒരു സീനും ഇല്ലാതെ ഇനി ഇത് ഓണത്തിൻ്റെ 10 ദിവസം ലീവ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയില്ല എത്ര വീഡിയോ ഒരു ദിവസം വരുന്നത്. ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പോൾ തന്നെ അടുത്ത വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും മൈൻക്രാഫ്റ്റ് വരാൻ കുറച്ച് നേരം എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ മൈൻക്രാഫ്റ്റ് വെച്ചിട്ട് പിന്നെ ഇതാണ് എൻ്റെ സ്കിന്നൊക്കെ. അയ്യോ ഇതെൻ്റെ സ്കിന്ന് കാണിച്ചതാ. അതാണ്ട് ഇപ്പം തന്നെ ഡ്രീം വൈസ് ഞാൻ കോപ്പി അടിച്ചാന്ന് ആരും പറയുന്നത്. കാരണം എനിക്കിത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടത്. സ്കിന്ന് കിട്ടിയ സ്കിന്നാണ് ഡ്രീം. പിന്നെ ഡ്രീം MLG കിങ് അല്ലേ, അതുകൊണ്ട് ഞാൻ പിന്നെ ഡ്രീം അങ്ങോട്ട് എടുത്തു. കാരണം നമ്മളും കുറച്ച് MLG കാര്യങ്ങളൊക്കെ ഈ വേൾഡിലും കളിക്കാൻ പോണ വേൾഡിലൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ സൗണ്ട് ഞാൻ സാധാരണ ഇങ്ങനെ സംസാരിക്കാറില്ല, എങ്കിലും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവാനും പിന്നെ എൻ്റെ സൗണ്ട് നന്നായിട്ട് കേൾക്കാനുമാണ് എത്ര സൗണ്ട് കൂട്ടിയും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വന്ന് പെട്ട ഈ ബയോമിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, പക്ഷേ ഇത് അക്കേഷ്യ വുഡാണ് എനിക്കറിയാം. 2 എണ്ണം ഉണ്ടല്ലോ. മച്ചാനെ എന്തൊക്കെയാണ് വിശേഷം, സുഖല്ലേ? പോണാ ലാഗ്രിപ്പിച്ച് നിന്റെ അന്തിയാടാ. നീ ലോകത്ത് വേണ്ട, ഞാൻ മാത്രം മതി. ചാവണം ഓക്കെ. നമുക്ക് 2 എണ്ണം ആദ്യം തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്ന് വന്നുള്ളൂ എല്ലാവരും 1 each. ഓക്കെ, ഇതെന്താ മൈൻക്രാഫ്റ്റ് കുറച്ച് ലാഗ് അടിക്കുന്നുണ്ട് കേട്ടോ. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബെഡ് റോക്കാണ്. ഇത് റിയലാണ്, നിങ്ങൾ കണ്ടല്ല ബെഡ് റോക്ക്. അപ്പോൾ ജാവയൊക്കെ PC കളിക്കാൻ പറ്റുള്ളൂ. ഇത് ബെഡ് റോക്കാണ്. അപ്പോൾ ചെറിയൊരു വിഷയമൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ മൈൻക്രാഫ്റ്റ് ചിലപ്പോൾ ചിലർക്കിത് കൂടുതൽ അറിയില്ല. ചിലർ വിചാരിച്ചിട്ടുള്ളത് വെറും വീടുണ്ടാക്കുക അങ്ങനെ എൻജോയ്മെൻറ്റ് കൊള്ളുക മാത്രമല്ല, ഇത് വേറെ പല പരിപാടി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സുധൻ്റെ വീഡിയോ കേട്ടോ. സത്യമായിട്ടും സുധി കണ്ടിട്ടാൽ ഞാൻ സത്യമായിട്ടും സുധൻ്റെ വീഡിയോ കണ്ടിട്ടാണ് എനിക്ക് മൈൻക്രാഫ്റ്റ് എന്താണ് മനസ്സിലായത്. ഞാനും ആദ്യം ഇതായിരുന്നു വിചാരിച്ചേ. ഓക്കെ, വെറുതെ ഒരു വീട് ഉണ്ടാക്കി കളിക്കാനുള്ള ഒരു ഗെയിമാണ് മൈൻക്രാഫ്റ്റ്. പിന്നെ മനസ്സിലായേ നമുക്ക് തൽക്കാലം ഒരു പിക്കാക്സ് മതി. കാരണം നമുക്കിനി സ്റ്റോണാണ് വെട്ടത് ഗൈസ്. അയ്യോ സ്റ്റോണ്. അപ്പോൾ സ്റ്റോൺ വെട്ടാൻ പിക്കാക്സാണ് യൂസ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കി തരാം, ഞാൻ പറഞ്ഞു തരാം ഓരോന്നും കാര്യങ്ങളൊക്കെ. ഇത് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യമാണ് ഗൈസ്. കാരണം നമ്മുടെ സ്ലോട്ടാണ്. നമുക്ക് 2 എണ്ണം കണ്ട ക്രാഫ്റ്റിംഗ് വേണ്ട, നമുക്ക് 2 എണ്ണം വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ലൈഫൊക്കെ കുറയും. നമുക്ക് ഒറ്റച്ചാട്ടം. അയ്യോ ഓക്കെ, MLG കിങ് അവിടെ എത്തിയിട്ടുണ്ട്. ആരത് അറിയില്ല. ഓക്കെ, നമുക്ക് വെട്ടാം. വെട്ട്. അയ്യോ താഴെ പോകണ്ട ഗൈസ്, ഞാൻ വെട്ടിയിട്ടാണ്. ഓക്കെ ഗൈസ്, ഞാൻ വേണ്ടത്ര സ്റ്റോൺ പറ്റിയിട്ടുണ്ട്. 13 എണ്ണം ഉണ്ട്. നമുക്ക് ഇനി എത്ര ടൂൾസ് ഉണ്ടാക്കാൻ പറ്റും നോക്കാം. ഇതൊക്കെ എടുത്ത് നമുക്ക് മുകളിലേക്ക് വെക്കാം.
ഓക്കെ ഓക്കെ. ഞാൻ സാധാരണ എൻ്റെ ടാബിലാണ് കളിക്കല്. പിന്നെ ഒരു ദിവസം നമ്മുടെ ടാബ് കാണിച്ചു തരുന്നതായിരിക്കും. എൻ്റെ ടാബ് പാനസോണിക് ടാബ് 8 ആണ്. ഓക്കെ, ഇതിന് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ചിലപ്പോൾ വളരെ ചിലപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോളൂ, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ. എടാ വീടില്ലാകേടാ, എന്ത് കഷ്ടമാണ്, ദേഷ്യം പിടിക്കുന്നത്. അത് ടാബിൻ്റെ കുഴപ്പമാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഇങ്ങനെ കിട്ടാറില്ല കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഫ്ലിപ്കാർട്ടിൽ പോയി നോക്കിയാൽ തന്നെ ഇപ്പോൾ ഇത് കറൻ്റ്ലി അൺഅവൈലബിൾ എന്നൊക്കെ കാണിക്കുക. പിന്നെ ഇതിൻ്റേതായ കുറച്ച് വിഷയങ്ങളൊക്കെ ഇതിനുണ്ട്. ഓക്കെ, ലാഗടി അങ്ങനെയൊന്നും വരാറില്ല. ഇതിപ്പോൾ ഞാൻ വീഡിയോയും കൂടി എടുക്കുന്നുണ്ടാണെന്ന് തോന്നുന്നത്. അല്ലാതെ ഞാൻ മൈൻക്രാഫ്റ്റ് കളിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഞാനിവിടെ തപ്പി നടക്കണം. കാരണം നമുക്ക് രാത്രി ആണെങ്കിലും ഇപ്പോൾ ഷീപ്പിനെ കിട്ടണം. ഷീപ്പിനെ കിട്ടി നമുക്ക് കൊന്നിട്ടാണ് ബെഡ് ഉണ്ടാക്കാൻ. എന്നിട്ട് ആ ബെഡ് കൊണ്ട് വേണം രാത്രി കിടന്നുറങ്ങാം. ഇല്ലെങ്കിൽ ഈ മോബ്സ് എല്ലാം വന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യും, സോംബിയും സ്കെൽറ്റനും ഒക്കെ. എന്നിട്ട് അയ്യോ, എനിക്ക് ലൈഫില്ല. കഴിയും. പിന്നെ ഇപ്പം തന്നെ 6 മിനിറ്റായി. ഓക്കെ, ഇതിലൊക്കെ പോയി നോക്കാം. നമ്മളെ ചിക്കൻ ആതാണ്ട് ഇങ്ങനെയാണ് കൊല്ലണം. ആക്സോള് കേട്ടോ, ഡാമേജ് കിട്ടും. ഓക്കെ ഗൈസ്, നമുക്ക് വീട് ഉണ്ടാക്കാനുള്ളതായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മരമാണ് നോക്കാനുണ്ടോ. ഇത് മതി. ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്ത് വെച്ചിട്ട് നമുക്ക് ബെഡ് ഉണ്ടാക്കിയത്. ഓക്കെ, നമ്മളുടെ ബെഡിനെ ഫസ്റ്റത്തെ ബെഡ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്കിത് പൊട്ടിപ്പോകാം. പിന്നെ ഞാൻ തന്നെ ഇത് പഠിക്കാൻ കുറച്ച് കാലം എടുത്തിട്ടുണ്ട് ഈ മൈൻക്രാഫ്റ്റ്. എനിക്ക് അതൊന്നും അറിയില്ല. എനിക്ക് ഇത് ആദ്യം ഞാൻ കണ്ട വീഡിയോ എനിക്ക് അറച്ച് ഓർമ്മയില്ല കേട്ടോ. ഞാൻ ഏതോ ഒരു വീഡിയോ ഉണ്ട്, ആ ഏട്ടൻ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന്. രാത്രി ആകുമ്പോൾ കിടന്നുറങ്ങാൻ മോബ്സ് വരും, പിന്നെ ഫാമിങ് ചെയ്താൽ നമുക്ക് അതുകൊണ്ട് വീറ്റ് കിട്ടുന്നത്, അതുകൊണ്ട് ബ്രെഡ് ഉണ്ടാക്കാം ആ വീറ്റ് കൊണ്ട്. അങ്ങനെ പല പരിപാടി ഞാൻ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ആ സുധിയണ്ണൻ്റെ വീഡിയോ ഉണ്ട്, 200 എത്ര എപ്പിസോഡ് ഞാൻ ആയിട്ടുണ്ട്. ഒരു ദിവസം തന്നെ ഡൗൺലോഡ്സ് എടുത്ത് കാണിച്ചു തരാം. ഒരുപാട് സുധിയണ്ണൻ്റെ വീഡിയോസ് ഉണ്ട്. എനിക്കറിയാം ഇപ്പോൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം ഏതാ വെച്ചിട്ടുണ്ടെങ്കിൽ, സുധിയണ്ണൻ ഒരു ഡൈനോസർ പാർക്കിൻ്റെ ഒരു പണിയിലാണ്. ഓക്കെ, അതിൽ പകുതി നടന്നിട്ടുണ്ട്. മറ്റേ സ്ഥലം അതൊക്കെ മറ്റേ സ്ഥലം, അയ്യോ ഇത് ടെറാക്കോട്ടയുള്ള സ്ഥലം അതൊക്കെ ടെറാക്കോട്ട. മോനെ വീട്ടിലെ സ്ഥലം കിട്ടി, ടെറാക്കോട്ടയിൽ ലാൻഡ്. ഓ ഏതല്ലേ കീഴിലെ സ്ഥലം. ഇവിടെ ഇരുന്നൊരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ വീഡിയോൻ്റെ തമ്മിൽ എടുത്തിട്ട് മനസ്സിൽ അതാകുമ്പോൾ കില്ലായിക്കോളും. എനിക്ക് കുറച്ച് എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്ക് എഡിറ്റിങ് തീരെ അറിയാത്തൊരു പരിപാടിയാണ്. എങ്കിലും ഞാൻ കൊണ്ട് അറിയാമെന്ന് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ. ഞാൻ VN വെച്ചാണ് എഡിറ്റ് ചെയ്യൽ. ഇപ്പം ഞാൻ VN ഡിലീറ്റ് ആക്കി. സോറി തിരിച്ചാണ് ഇരിക്കേണ്ടത്. നമുക്ക് വീഡിയോയിൽ പോയിട്ട് 30% ഫ്രണ്ട് ഇടാം. ഓക്കെ, ഇപ്പം വേണ്ട, ഇപ്പം കിട്ടില്ലേ. ഇനി ഞാനൊരു സ്ക്രീൻഷോട്ട് അങ്ങോട്ട് എടുക്കട്ടെ കേട്ടോ. സ്ക്രീൻഷോട്ട്. ഓക്കെ ഗൈസ്, സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗെയിം ചെയ്തിട്ട് അയ്യോ ഞാൻ ബാക്ക് അടിച്ചു. ഞാൻ ഒന്നുകൂടി കയറിയിട്ട് കാണാം. പിന്നെ മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് കളിക്കുന്നവർക്കും രാവിലെ അങ്ങനെ ഉണ്ടാകുന്നു. മൈൻക്രാഫ്റ്റ് ബെഡ്റോക്ക് കളിക്കുന്നവർക്കുള്ള ഒരു ടിപ്പാണ് ഇതാ. ഇപ്പോൾ കണ്ടോ, അയൺഗോളംസ് വിൽ ഫൈറ്റ് ഫോർ യു. ഇതൊക്കെ ടിപ്പായിട്ട് കേട്ടോ. ഇതിൽ പല കാര്യങ്ങളും ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഇതിൽ പറഞ്ഞത് ട്രെയിൻ ടൈംസ് ആർ ഡ്രോപ്ഡ് ബൈ ദ ഡ്രോൺ. ഡ്രോണിൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ പേരെന്താ, ഡ്രോൺ തന്നെ. അപ്പോൾ അത് വെള്ളത്തിൻ്റെ അടിയിലുണ്ടാണ് സോംബിയാണ്. വെള്ളത്തിൻ്റെ അടിയിലുള്ളൊരു സോംബിയാണ് ഡ്രോണ്. അത് സാധാരണ ഒരു സോംബിനെ പിടിച്ച് വെള്ളത്തിലിട്ടാലും അത് ഡ്രോണായി മാറും കുറച്ച് കഴിയുമ്പോൾ തന്നെ. ഓക്കെ, നമ്മൾ വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് സേവ് എനിക്ക് പോയി. 9 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നൈറ്റായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉറക്കലങ്ങ് ഉറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മക്കളെല്ലാം കേട്ടോ. ഓക്കെ, നമുക്കൊന്ന് ഒന്നുകൂടി സെറ്റിങ്സ് കാണാം. ഓക്കെ, നമ്മുടെ പൊസിഷൻ ഓണാക്കിയിരുന്നാൽ പൊസിഷനും ഡിസ്പ്ലേയും ഓണാക്കിടണം. ഓക്കെ,
ഇനി നമുക്ക് ടെറാക്കോട്ടയിൽ നിന്ന് പോകാം. എടാ എന്താപ്പോ ഇനി നമുക്ക് പ്രത്യേകം ചെയ്യാൻ നമുക്ക് അടുത്ത എപ്പിസോഡിലൊരു വീഡിയോ ആണ് നോക്കാം. പിന്നെ നൈറ്റ് ആവാനായി ഭാഗ്യം. ഇവിടെ 8 മിനിറ്റ് ആയാലും കാണാൻ ഭയങ്കര ആക്ച്വലി നൈറ്റ് ആവോ എനിക്ക് കുറച്ച് ഓർമ്മയില്ല. നൈറ്റായി കിടന്ന് ഉറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ നിർത്താം. ഓക്കെ, ഇവിടെ ഒരുപാട് ജീപ്പുണ്ട്. ഇതിനൊക്കെ ചത്തു. 1 2 മൂന്നാമത്തെ എവിടെ എന്താ പേടിച്ചിടിയോ? എമ്മജിക്ക് ഇങ്ങനെ അല്ല പിന്നെ നമ്മുടെ അടുത്ത് കളിക്കും നമുക്ക് മെറ്റെടുത്തിട്ട് നമുക്ക് ഉറങ്ങിക്കളയാം. അയ്യോ ഞാൻ മറന്നുപോയി. സാൻഡിന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. ഇവിടെ നോടാ വേഗം അങ്ങനെ നമ്മൾ കിടന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളിനി മുതൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നു. ഞാനിപ്പോൾ വീഡിയോ ഇട്ട് അധികം കോപ്പറേറ്റ് ചെയ്യാറല്ല, നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുക, ലൈക്കും ഷെയറൊക്കെ ചെയ്തിട്ട്. ഓക്കെ, ഷെയർ ഒന്നും ചെയ്യാൻ നിൽക്കുന്ന നിങ്ങൾ ഒന്ന് കമൻറ്റിങ്ങിന് ചെയ്യാൻ കഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്കറിയണ്ടേ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ശ്രമിക്കുകയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ ഒരുപാട് പാർട്ട് വരുന്നതായിരിക്കും. നിർത്തിയാണ്.